നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലാപം. കണ്ണൂർ സീറ്റിൽ മത്സരിക്കണമെന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ. സുധാകരനുമായി ഫോണിൽ സംസാരിച്ച രമേശ് ചെന്നിത്തല കടുത്ത നിലപാടിലേക്ക് പോകരുത് എന്ന് അഭ്യർത്ഥിച്ചു. അതിനിടെ കോന്നിയിൽ അടൂർ പ്രകാശിനായും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അരുവിക്കരയിൽ വീണ്ടും കെ എസ് ശബരിനാഥിനെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. കണ്ണൂർ നിയമസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കെ സുധാകരൻ തീരുമാനമാവാതെ ചർച്ചകൾക്കായി ഡൽഹിയിലേക്കില്ലെന്ന സൂചനയാണ് നൽകുന്നത്. സുധാകരനുമായി ഫോണിൽ സംസാരിച്ച രമേശ് ചെന്നിത്തല കടുത്ത നിലപാടിലേക്ക് പോകരുതെന്നും പരസ്യപ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു. എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. ഹൈക്കമാൻഡ് is not giving any decision yet because he is not only MP but he is a working committee member also. So the party will take a decision. എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതാക്കളായ രാജ്മോഹൻ ഉണ്ണിത്താനും കെ ബാബുവും പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഓഫീസിന് മുന്നിലടക്കം എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ കെ സുധാകരന് വേണ്ടി പോസ്റ്ററുകളും ഫ്ലെക്സുകളും പ്രത്യക്ഷപ്പെട്ടു. അതിനിടെ സുധാകരന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള നിലപാട് തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. എന്നോട് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഞാൻ ചോദിച്ചാൽ ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ കുഴപ്പം? കണ്ണൂരിനെ പറ്റി അദ്ദേഹം വികാരഭരിതമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലമാണ് കണ്ണൂർ. അതിനേക്കാളും വലുതാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. കോന്നിയിൽ അടൂർ പ്രകാശിനെ തഴഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് DCC ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം അരുവിക്കരയിൽ കെ എസ് ശബരിനാഥിനെ വീണ്ടും മത്സരരംഗത്തിറക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാനിരിക്കെ നേതാക്കളുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾ കോൺഗ്രസിനെ കടുത്ത പരീക്ഷണങ്ങളിലേക്കാണ് നയിക്കുന്നത്. സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെയും ബാധിച്ചേക്കാം. കണ്ണൂരിൽ നിന്നും അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.